ബംഗളൂരു നഗരത്തെയും കർണാടകത്തിലെ മെഡിക്കൽ സമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമാണ് യുവ ചർമ്മരോഗ വിദഗ്ധ ഡോക്ടർ കൃതിക റെഡ്ഡിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഒരു ഡോക്ടർ തന്റെ തൊഴിലിലെ അറിവും ഉപകരണങ്ങളും ഉപയോഗിച്ച് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുകയും അതിനെ സ്വാഭാവിക മരണമായി വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന കണ്ടെത്തൽ പൊതുസമൂഹത്തിന്റെ വിശ്വസ്തതയ്ക്കേറ്റ കനത്ത പ്രഹരമാണ്. ഈ സംഭവം കേവലം ഒരു ഗാർഹിക കൊലപാതകത്തിനപ്പുറം ആസൂത്രണത്തിന്റെയും ശാസ്ത്രീയ തെളിവുകളുടെയും നിയമപരമായ വെല്ലുവിളികളെയും ഒരു സങ്കീർണമായ കഥയാണ്. 2023 ഏപ്രിൽ 21 ഈ ദുരന്തത്തിന് തുടക്കം കുറിച്ചത്. ബംഗളൂരിലെ വീട്ടിൽ ഡോക്ടർ കൃതിക റെഡ്ഡിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ജനറൽ സർജനായ ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ഉടൻ തന്നെ കൃതികയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പുറമെ യാതൊരു മുറിവുകളോ പരിക്കുകളോ ഇല്ലാത്തതിനാൽ പ്രാഥമികമായി ഇതൊരു സ്വാഭാവിക മരണമായോ അല്ലെങ്കിൽ ആകസ്മികമായി എന്തെങ്കിലും സംഭവമായോ കണക്കാക്കപ്പെട്ടു. എന്നാൽ കൃതികയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്തുകൊണ്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയും മുൻപ് സംഭവിച്ച ഈ ദുരന്തം വിക്ടോറിയ ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ഈ യുവ ഡോക്ടർ ദമ്പതികളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തിരശ്ശീല വീഴ്ത്തി. ആദ്യഘട്ടത്തിൽ ഭർത്താവ് എന്ന നിലയിൽ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ദുഃഖിതനായും ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ച വ്യക്തിയായും പൊതുസമൂഹത്തിനും പോലീസിനും മുന്നിൽ നിലകൊണ്ടു. കേവലം ഒരു അസ്വാഭാവിക മരണമായി പോലീസ് ഈ കേസ് അവസാനിപ്പിക്കാതിരുന്നത് ശാസ്ത്രീയമായ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ്. കൃതികയുടെ മൃതദേഹം ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും വിധേയമാക്കിയതിനു പുറമെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും ചില സംശയാസ്പദമായ കണ്ടെത്തലുകൾ ഉണ്ടായി. ഇഞ്ചക്ഷൻ ട്യൂബുകൾ, കാനുല സെറ്റുകൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിച്ചു. ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറുടെ വീട്ടിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ടാകുന്നത് അസ്വാഭാവികമല്ലെങ്കിലും മരണത്തിന്റെ സാഹചര്യത്തിൽ ഇവയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. ഈ സംശയങ്ങളുടെ വെളിച്ചത്തിൽ പോലീസ് കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണത്തിനായി കൃതികയുടെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. 6 മാസത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് കേസിന് വഴിത്തിരിവായ നിർണായകമായ റിപ്പോർട്ട് പുറത്തു വന്നത്. ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഡോക്ടർ കൃതിക റെഡ്ഡിയുടെ ശരീരത്തിൽ പ്രൊപ്പോഫോൾ എന്ന ശക്തിയേറിയ അനസ്തേഷ്യ മരുന്നിന്റെ അമിതമായ അളവിലുണ്ടായ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി. ശസ്ത്രക്രിയകൾക്ക് മുമ്പ് രോഗികളെ മയക്കാനും വെന്റിലേറ്ററിൽ കിടത്തുന്ന രോഗികളെ ശാന്തരാക്കാനും ഉപയോഗിക്കുന്ന അതിവേഗം പ്രവർത്തിക്കുന്ന മരുന്നാണ് ഇത്. ഇത് കൃത്യമായ അളവിലും ഡോക്ടറുടെ നിരീക്ഷണത്തിലും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അമിതമായ അളവിൽ ഈ മരുന്ന് ശരീരത്തിൽ എത്തിയാൽ അത് ശ്വാസം എടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കുകയും അതുവഴി മരണത്തിന് കാരണമാവുകയും ചെയ്യും. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൃതികയുടെ മരണം സ്വാഭാവികമല്ലെന്നും അതൊരു ആസൂത്രിത കൊലപാതകമാണെന്നും വ്യക്തമായി. ഒരു ചർമ്മരോഗ വിദഗ്ധയുടെ ശരീരത്തിൽ ഇത്രയും മാരകമായ ഒരു അനസ്തേഷ്യ മരുന്നിന്റെ അളവ് എത്തണമെങ്കിൽ അതൊരു മെഡിക്കൽ വിദഗ്ധന്റെ ഇടപെടൽ വഴി മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഫോറൻസിക് റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കൃതികയുടെ രക്ഷിതാക്കൾ ശക്തമായി രംഗത്തെത്തി. മരുമകൻ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി മകളെ കൊലപ്പെടുത്തിയതാണെന്ന സംശയങ്ങൾ അവർ ഉയർത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൊലപാതകത്തിനായുള്ള വകുപ്പുകൾ ചേർത്ത് പുനരന്വേഷണം ആരംഭിച്ചു. മെഡിക്കൽ ഉപകരണങ്ങളുടെ സാന്നിധ്യവും പ്രൊപ്പോഫോളിന്റെ അളവും ഡോക്ടർ എന്ന നിലയിലുള്ള മഹേന്ദ്ര റെഡ്ഡിയുടെ പദവിയും ചേർത്ത് വെച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് നിർണായകമായ കണ്ടെത്തലുകളിൽ എത്തിച്ചേർന്നു. ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയാണ് ഭാര്യയ്ക്ക് അമിത അളവിൽ പ്രൊപ്പോഫോൾ കുത്തിവെച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നയാളെന്ന നിലയിൽ മരുന്ന് ഉപയോഗിച്ചുള്ള ഈ കൊലപാതകം ഒരു സ്വാഭാവിക മരണമായി വരുത്തി തീർക്കാൻ അദ്ദേഹത്തിന് എളുപ്പത്തിൽ സാധിച്ചു. കൃതികയെ ആശുപത്രിയിൽ എത്തിച്ചതും ശുശ്രൂഷിക്കാൻ ശ്രമിച്ചതുമെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താനായി പോലീസ് വിശദമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഗാർഹിക പീഡനമോ അവിഹിത ബന്ധങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ആകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ സംഭവം കർണാടകത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറി. കാരണം സാധാരണ കൊലപാതകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കൊലപാതകത്തിന് ഉപയോഗിച്ചത് ഒരു ആയുധം എന്നതിലുപരി ഒരു മരുന്നാണ്. മനുഷ്യജീവനെ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു ഡോക്ടർ അതേ അറിവും ഉപകരണങ്ങളും ഉപയോഗിച്ച് കൊലപാതകം നടത്തുന്നത് മെഡിക്കൽ പ്രൊഫഷണലിന്റെ ധാർമ്മിക നിലവാരത്തെ ചോദ്യം ചെയ്യുന്നു. പ്രൊപ്പഫോൾ പോലെയുള്ള മരുന്നുകൾ ശരീരത്തിൽ നിന്നും വേഗത്തിൽ നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. കൃത്യസമയത്ത് ഫോറൻസിക് പരിശോധന നടത്താത്ത പക്ഷം ഇത്തരം കൊലപാതകങ്ങൾ തെളിയിക്കപ്പെടാതെ പോകുമായിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ കൃത്യമായ ശേഖരമാണ് ഇവിടെ കേസിന് വഴിത്തിരിവായത്. ഒരു മെഡിക്കൽ വിദഗ്ധൻ എന്ന നിലയിൽ എങ്ങനെ മരുന്ന് കുത്തിവെക്കണം, എങ്ങനെ സ്വാഭാവിക മരണമായി തോന്നിക്കണം, എങ്ങനെ തെളിവുകൾ നശിപ്പിക്കാം എന്നതിനെക്കുറിച്ച് പ്രതിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം, പ്രേരണ, ആസൂത്രണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയുടെ മൊഴികൾ, ഇരുവരുടെയും ഫോൺ രേഖകൾ, സാമ്പത്തിക ഇടപാടുകൾ, സഹപ്രവർത്തകരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഈ കേസിൽ നിർണായകമാകും. ഡോക്ടർ കൃതിക റെഡ്ഡിയുടെ ഈ മരണം കൊലപാതകമായി മാറിയ ഈ സംഭവം നിയമവ്യവസ്ഥയുടെ ജാഗ്രതയും ശാസ്ത്രീയ തെളിവുകളുടെ പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. നീതിക്കായി കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന് ഈ കേസ് ഒരു പ്രതീക്ഷയാണ്. മെഡിക്കൽ പ്രൊഫഷനിലെ കറുത്ത അധ്യായമായി ഈ സംഭവം എന്നും നിലനിൽക്കും. സത്യം പുറത്തുവരാനും പ്രതിക്ക് ശിക്ഷ ലഭിക്കാനുമായി കാത്തിരിക്കുകയാണ് പൊതുസമൂഹം.